ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിയതോടെ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഉയരുകയാണ്. ദേശീയ തലത്തിൽ ഒരു മുന്നണിയാണെങ്കിൽ കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് കോൺഗ്രസും അതുപോലെ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും. ആ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തന്റെ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഒരു വലിയ കൂറ്റൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ഈ റാലിയിൽ രാഹുൽ കെജ്രിവാളിനെയും അതുപോലെ നരേന്ദ്രമോദിയെയും കണക്കിന് വിമർശിക്കുന്നുമുണ്ട്. വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയിട്ടും പണപ്പെരുപ്പം കുറക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ അരവിന്ദ് കെജ്രിവാളും പരാജയമാണെന്നതാണ് രാഹുലിന്റെ വിമർശനം. ഇന്ത്യയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമായിക്കൊണ്ടിരിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അർഹത ലഭിക്കാൻ പ്രധാനമന്ത്രി മോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല. ജാതി തിരിച്ചുള്ള സെൻസസിൽ അവർ നിശബ്ദരാണ്. അതിനുള്ള മാറ്റം വരുത്താൻ സാധിക്കണം. ഡൽഹിയിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയ ശേഷം സംവരണ പരിധി വർദ്ധിപ്പിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. നിറഞ്ഞ കയ്യടികളായിരുന്നു രാഹുലിന്റെ ആ വാക്കുകൾക്കുണ്ടായത്. അമേരിക്കയിലെ അദാനി കൈക്കൂലി കേസിൽ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചില്ല എന്നത് രാഹുൽ ഗാന്ധി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഒരിക്കൽ പോലും അദാനിയെ പറ്റി സംസാരിക്കാൻ തയ്യാറാകാത്ത ആളാണ് കെജ്രിവാൾ എന്നും രാഹുൽ പറയുന്നുണ്ട്. അധികാരത്തിലെത്താൻ രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ പാരീസ് പോലെയാക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം നേരത്തെ ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും രാഹുൽ പറയുന്നുണ്ട്. അഴിമതിയും മലിനീകരണവും പണപ്പെരുപ്പവും വർദ്ധിച്ച ഒരു ഡൽഹിയാണ് ഇപ്പോഴുള്ളത്. ഇതിൽ നിന്നൊക്കെയുള്ള മോചനമാണ് തന്റെ ലക്ഷ്യമെന്നും രാഹുൽ ഡൽഹിയിലെ ജനങ്ങളോടായി പറയുന്നുണ്ട്. ഡൽഹിയിൽ ഫെബ്രുവരി 5-നാണ് 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 8-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഹാട്രിക് വിജയം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. 2015 മുതൽ ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിലാണ്. എന്നാൽ 27 വർഷത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് വിജയിക്കുവാനുള്ള ശ്രമത്തിലാണ് BJP ഉള്ളത്. അതോടൊപ്പം ദീർഘകാലം ഡൽഹി ഭരിച്ച കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന്റെ പാത ഡൽഹി തുറക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്.